പത്തനംതിട്ടയിൽ സഹോദരനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ യുവാവ് തലയ്ക്കടിയേറ്റ് മരിച്ചു. കണിയാമ്പാറ സ്വദേശി ബിജോയിയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവല്ലയിലെ കവിയൂർ കണിയാമ്പാറയിൽ ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ബിജോയിയുടെ സഹോദരൻ ബൈജുവിനെ 4 പേർ അടങ്ങുന്ന സംഘം ചേർന്ന് വീടിന് സമീപത്തെ റോഡിൽ വെച്ച് മർദ്ദിച്ചു. ബൈജുവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബിജോയ് മർദ്ദനം തടയാൻ ശ്രമിച്ചു. ഇതിനിടെയാണ് ബിജോയിയുടെ തലയ്ക്ക് അടിയേറ്റത്. അടിയേറ്റ് നിലത്ത് വീണ ബിജോയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വടികളും കല്ലും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവന്റെ ഒരു മകളുണ്ട്, ടീച്ചറാന്ന് പറയുന്നു. അവളാണ് ഇന്നലെ ഇത് ചെയ്തെന്ന നാട്ടുകാർ പറയുന്നത്. ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരുന്നത്. അമ്മയും മോളും കൂടിയാണ് ഈ പയ്യനെ ഇല്ലാതാക്കിയത്. ഇന്നലെ വൈകുന്നേരം 8 മണി 9 മണിയോട് അടുത്താണ് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത്. അത് ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ ഇവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്നതിന് തടസ്സം പിടിക്കാനായിട്ട് ചെന്നതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ബിജോയ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഈ കല്ലും കട്ടയും കമ്പും എല്ലാം കൂടെ ഉപയോഗിച്ച് ഈ പ്രതിയുടെ ഭാര്യയും ഒക്കെ കൂടെ ആണ് മർദ്ദിച്ചത് എന്നാണ് നാട്ടുകാർ, ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ, ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞത്. സംഭവത്തിൽ ബിജോയിയുടെ പിതൃസഹോദരിയുടെ മകൻ സാംവി ജോസഫ്, ഭാര്യ സൂസൻ, മകൾ ശ്രുതി, ഇവരുടെ കുടുംബ സുഹൃത്ത് ധനേഷ് എന്നിവരെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബിജോയിയുടെ മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.